രാത്രി പരിപാടി കഴിഞ്ഞ് പൊതിച്ചോറായിട്ട് ബീച്ചിലേക്ക് ചോർന്നാൻ പോകണം. ഏതല്ലേ മൂഡ്. ട്രാഫിക് എത്തിയപ്പോൾ ഒന്ന് ചവിട്ടി കൊടുത്ത് പാതകം തന്നെ പോകുമ്പോൾ അടുത്ത മണം വല്ലാത്ത ഫീലിംഗ് ആണ്. കോഴിക്കോട് എത്തിയപ്പോഴത്തേക്ക് കോഴിക്കോടിൻ്റെ കാറ്റൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഒന്നും നോക്കില്ല, നല്ല കാറ്റ്. ഉപ്പിട്ട കഥ നമ്മളെ സ്വാഗതം ചെയ്ത് പിന്നെ ഒരു കുപ്പി വെള്ളം വാങ്ങി നേരെ ബിരിയാണി തിന്നാൻ പോയി. ഒന്നും നോക്കില്ല, കടലിൽ കാറ്റ്, തിരമാല, ബിരിയാണി. അന്തസ് ഏതല്ലേ. പിന്നെ എന്താ കടല വറുത്തത്, നല്ല പാട്ട്. അതൊക്കെ കേട്ട് രണ്ട് സഹോദരന്മാർ കടലിലേക്ക് നോക്കി കഥകൾ പറയാ, കഥകൾ കേൾക്കുക. ഏതല്ലേ മൂഡ്. ആ പാട്ട് കേട്ട് ചന്ദ്രൻ വരെ സന്തോഷിക്കുന്നുണ്ടാവും. ഇതൊന്നും അറിയാതെ ഒരു സഹോദരൻ അവിടെ മൂടി പോച്ച് ഉറങ്ങണം. ഇതിലേക്ക് കയറാൻ പോതിട്ടുണ്ടെങ്കിലും കുറച്ച് വലിപ്പധികം ഇപ്പം എന്ത് ചെയ്യാം. പിന്നെ ഒന്നും നോക്കില്ല, ഉപ്പിലിട്ട് അതാ നമുക്ക് പറ്റുള്ളൂ. അങ്ങനെ ഓരോന്നായി അതൊക്കെ എടുത്ത് തിന്ന് ചോറിൻ്റെ ടേസ്റ്റൊക്കെ തിന്ന് കോഴിക്കോട് ബീച്ചിൽ വന്നാൽ ചോറിൻ്റെ ടേസ്റ്റൊക്കെ തിന്നുമ്പോൾ വല്ലാത്തൊരു ഫീലിംഗ്. ടൈറ്റിങ്സ് നല്ല അച്ചാറും പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കട്ടും വാങ്ങി നേരെ കടപ്പുറത്ത് പോയിട്ട് അതങ്ങനെ തിന്നുമ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അങ്ങനെ ഏകദേശം ഇതാ പീടികളൊക്കെ അടിച്ചു തുടങ്ങി നമ്മൾ മെല്ലെ പോകാൻ നിൽക്കുകയാണ്. കാലിക്കറ്റ് ബീച്ചിൽ പുതുതായി വരുന്ന കുറേ പീടികളുണ്ട്. ചെങ്ങായിമാർ ആർക്കെങ്കിലൊക്കെ ബിസിനസ് തുടങ്ങണമെങ്കിൽ ഇതൊക്കെ താല്പര്യമുള്ളൂ വന്ന് അന്വേഷിച്ച് എന്തെങ്കിലുമൊക്കെ തുടങ്ങിക്കോളി. തവക്കത്തുള്ള അതന്നെ നോക്കി നിന്നിട്ട് കാര്യമല്ല, പൈസ ഉണ്ട് ഇറക്കി കളിക്കുക മക്കളെ. പിന്നെ തൻ്റെ മുൾക്കടി വിമാനം പോയപ്പം ചെങ്ങായി ഫ്ലൈറ്റ് റൈഡറുടെ ആപ്പ് കയറിയിട്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എടുത്തുനിന്ന് ഏതല്ലേ ഞാൻ പെടാറുണ്ട്. പിന്നെ എന്താ കുറേ നേരത്തെ ചായ കണ്ടപ്പോൾ നല്ലൊരു ഏലക്കപ്പട്ട മിക്സാക്കി ഗരം ചായ കുടിച്ച് നേരെ വീട്ടിലേക്ക് പോണ വഴിക്ക് ഭാസ്കരേട്ടനെ വീടിന് രണ്ട് മിൽക്ക് സർവത്ത് കുടിക്കാൻ വെച്ചപ്പോൾ അത് പൂട്ടി കിടക്കുകയാണ്. നേരെ ഇപ്പുറത്ത് കോഴിക്കോളൻസ് കയറിയിട്ട് മിൽക്ക് സർവത്ത് നമ്മൾ ഉദ്ദേശം അതാണല്ലോ, സാധനം കിട്ടിയാൽ മതി. അത് കുടിച്ച് നേരെ വീട്ടിലേക്ക് വീട്ടിലെത്തിയപ്പോൾ സലാഡ് നിന്ന് സലാത്തും ചെയ്ത് ഒറ്റ കടത്താ. ഏതല്ലേ.